എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതിനു മുമ്പ് എന്താണ് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം, ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ നീളം സെയിം ആണെങ്കിൽ, ഒരേപോലെയാണെങ്കിൽ അല്ലെങ്കിൽ തുല്യമാണെങ്കിൽ അത്തരം ട്രയാങ്കിളെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, രണ്ട് വശങ്ങൾ, ഒരു ട്രയാങ്കിളിന് 3 വശങ്ങളാണ് ഉള്ളത്. ഈ 3 വശങ്ങളിൽ ഏതെങ്കിലും രണ്ട് വശങ്ങൾ ഒരേ നീളമാണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്, നീളം തുല്യമായി കണക്കാക്കുന്നത്. എസിൻ്റെ ഓപ്പോസിറ്റിലുള്ള നേരെ അപ്പുറത്തുള്ള വശവും അതേ നീളമാണ്. പിന്നെ ഹൈറ്റാണ്. ബേസ് എന്ന് പറയുന്നത് അടിയിൽ വരുന്നതാണ് ബേസ്. അതായത് രണ്ട് വശങ്ങൾ തുല്യമാണ്, മൂന്നാമതൊരു വശം കൂടി ഒരു ട്രയാങ്കിളിന് ഉണ്ട്. ആ വശത്തിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. അതായത് തുല്യമല്ലാത്ത മൂന്നാമത്തെ ആ വശത്തിനെ നമ്മൾ ബേസ് എന്ന് പറയുന്നു. ഈ ബേസിൻ്റെ ഒത്ത നടു അല്ലെങ്കിൽ ബേസിൻ്റെ മധ്യത്തിൽ നിന്നും ഈ രണ്ട് വശങ്ങൾ ചേരുന്ന കോർണറിലേക്ക്, അല്ലെങ്കിൽ തുല്യ അളവുള്ള രണ്ട് വശങ്ങൾ ചേരുന്ന കോർണറിലേക്ക് ബേസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന രേഖയാണ് അതിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ബേസ് ഉണ്ട്. ബേസ് എന്ന് പറയുന്നത് അപ്പോൾ തുല്യമല്ലാത്ത അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമാണ്, മൂന്നാമതൊരു വശം കൂടി ഉണ്ട്, അതിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ആ ബേസിൻ്റെ പകുതിയെയാണ് പറയുന്നത് ബി എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എച്ച് എന്താണ്? ഹൈറ്റാണ്. ബി നിങ്ങൾക്കറിയാം, അതുപോലെ എസ് എന്താണെന്നും അറിയാം. അപ്പോൾ ഇനി നമ്മൾ ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് എന്താണെന്ന് അറിയാം, ഹൈറ്റ് എന്താണെന്ന് അറിയാം. ആ ബേസിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഇവിടെ ബേസ് എന്ന് പറയുന്നത് 2b ആണ്. ബേസ് എന്ന് പറയുമ്പോൾ 2b. ബി എന്ന് അതിൻ്റെ ബേസിൻ്റെ പകുതിയാണ് ബി. അപ്പോൾ ബേസ് എന്തായിരിക്കും? 2 × b ആയിരിക്കും. എസ് എന്ന് പറയുന്നത് 1 ഓഫ് ഈക്വൽ സൈഡ്സ്, ഏതെങ്കിലും ഒരു തുല്യ വശങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് അതിന് പറയുന്നത്, വേറൊരു പേര്. പിന്നെ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് നമ്മൾ ഹൈറ്റ് കാണുന്നതിന്, എച്ച് കാണുന്നതിന് എങ്ങനെ? √(a² - b². അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മട്ടത്രികോണത്തിൻ്റെ നിയമം അനുസരിച്ചാണ് അത് പറയുന്നത്. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു h², ഹൈറ്റ് സ്ക്വയർ, അല്ലെങ്കിൽ s² മൈനസ് √(s² - b². ഓക്കെ, പൈതഗോറിയൻ തിയറം അനുസരിച്ചാണ് ഈ ഇക്വേഷൻ വന്നിട്ടുള്ളത്. h ഹൈറ്റ് ഈസ് ഈക്വൽ ടു √(s² - b². ഇനി ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു എച്ചിന് പകരം അല്ലെങ്കിൽ ബേസിന് പകരം 2b എന്നും എച്ചിന് പകരം √(a² - b² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി, ഈ ഹാഫിലുള്ള 2ഉം 2bയിലുള്ള 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി b ഇൻറ്റു √(a² - b². ബി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ബേസ്. ഓക്കെ, ഇനി ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമ്മളിവിടെ ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് b ഇൻറ്റു √(a² - b എന്ന് എഴുതി. അതുപോലെ തന്നെ വേറൊരു ഇക്വേഷനാണ് ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/4b ഇൻറ്റു √(4a² - b². ഇതിൽ എ എന്ന് പറയുന്നത് ഈക്വൽ സൈഡിൻ്റെ നീളമാണ്, പിന്നെ ബി എന്ന് പറയുന്നത് ബേസ് ആണ്. ഇങ്ങനെയും നമുക്ക് ഇത് കണക്കാക്കാം. അടുത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. In this triangle all the 3 sides are equal.
ഹെൻസ് ആംഗിൾ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സൈഡ്സ് ഇസ് 60 ബിക്കോസ് നമ്പർ ഓഫ് ആംഗിൾസ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന തുല്യമായ എന്താ പറയുക ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഡ്ജസൻറ്റ് സൈഡ്സ് കോണുകളെല്ലാം 60 ഡിഗ്രിയാണ്. അതുപോലെ എല്ലാ സൈഡുകളും ഒരേ നീളമായിരിക്കും. എല്ലാ സൈഡുകളുടെ നീളം ഒരുപോലെ ഇരിക്കും, അല്ലെങ്കിൽ എല്ലാ സൈഡുകളും തുല്യമായിരിക്കും. അതുപോലെ എല്ലാ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 180 ഡിഗ്രി. ത്രികോണത്തിൻ്റെ മൊത്തം കോണുകളുടെ അളവ് 180 ഡിഗ്രി, 60 60 60. ഓക്കെ, അപ്പോൾ ഓരോ കോണുകളും 60 ആയിരിക്കും. ടോട്ടൽ 180. ആംഗിൾ ബിറ്റ്വീൻ സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? സൈഡ്സിന് ഓരോ സൈഡ്സും തുല്യമായിരിക്കും. ഓരോ സൈഡുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180/3 60 ഡിഗ്രി. നമുക്ക് ഈ ചിത്രമാണ് കാണാനുള്ളത്. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 സൈഡുകളുണ്ട്. 3 സൈഡുകളും തുല്യമാണ്, ഒരേ അളവാണ്. 3 വശങ്ങളുടെ നീളം ഒരുപോലെയാണ്. അതുപോലെ 3 കോണുകളുണ്ട്. അഡ്ജസൻറ്റ് സൈഡുകൾ ചേരുന്ന ഭാഗത്തുള്ള കോണുകൾ എല്ലാ കോണുകളും 60 ഡിഗ്രിയാണ്. ടോട്ടൽ 180 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിൻ്റെ ടോട്ടൽ കോണുകളുടെ അളവ് 180 ഡിഗ്രിയാണ്. ഓരോ കോണുകളുടെയും അളവ് ത്രികോണത്തിൻ്റെ മൊത്തം എത്രയാണ്? 180 ഡിഗ്രിയാണുള്ളത്. ഓരോ കോണും 60 ഡിഗ്രി ആയിരിക്കും ഇവിടെ. ഇപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങൾ തുല്യമായിരിക്കും, 3 കോണുകളും തുല്യമായിരിക്കും. ആ കോണുകൾ 60 ഡിഗ്രി വീതമായിരിക്കും. ഹൈറ്റ് കാണാം. പിന്നെ ബേസിൽ നിന്നും ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ രേഖ, അതാണ് ഹൈറ്റ്. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. √3/4 ഇൻറ്റു എ സ്ക്വയർ. സൈഡ് എ ആണെങ്കിൽ എ സ്ക്വയർ. ഓക്കെ, ഇനി √3 എന്ന് പറഞ്ഞാൽ 1.732. ഇനി പെരിമീറ്റർ. എന്താണ് പെരിമീറ്റർ? ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ വശങ്ങളുടെ നീളം കൂട്ടിക്കിട്ടുന്നതാണ് അതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ എ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അല്ലെങ്കിൽ വശങ്ങളുടെ നീളമൊക്കെ എല്ലാതും എ ആണെങ്കിൽ 3a ആയിരിക്കും അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ 3a. നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. √3/2a എന്നും എഴുതാം. √3/2a. In this triangle, ഇനി അടുത്തത് സ്കേലിൻ ട്രയാങ്കിൾ. In this triangle, the sides are not equal. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ അല്ല, സൈഡ്സ് ഒന്നും തുല്യമല്ല. ആംഗിൾസ് ബിറ്റ്വീൻ ദി സൈഡ്സ് ആർ ആൾസോ നോട്ട് ഈക്വൽ. ആംഗിൾസും തുല്യമല്ല. വി മേ ആൾസോ കോൾ ദിസ് ട്രയാങ്കിൾ ആസ് ഇറഗുലർ ട്രയാങ്കിൾ. ഇതിനെ നമുക്ക് ഇറഗുലർ ട്രയാങ്കിൾ എന്ന് പറയാം. ഇതിൻ്റെ സൈഡ്സ് തുല്യമല്ല, ആംഗിൾസും തുല്യമല്ല. അതാണ് സ്കെലൈൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എല്ലാ 3 വശങ്ങളുണ്ട്, 3 വശങ്ങൾ തുല്യമല്ല. 3 കോണുകളുണ്ട്, 3 കോണുകളും തുല്യമല്ല. അത്തരം ട്രയാങ്കിളാണ് സ്കെലൈൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇത്തരം ട്രയാങ്കിളുടെ ഏരിയ √S × S - A × S - B × S - C ആണ് ഇതിൻ്റെ
ഏരിയ. എയും ബിയും സിയും എന്താണ്? സൈഡ്സ് ആണ്, ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. ഇനി എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 സെമി പെരിമീറ്റർ എന്നാണ് പറയുക. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അടുത്തത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, മട്ടത്രികോണം. ഇൻ ദിസ് ട്രയാങ്കിൾ ആംഗിൾ ബിറ്റ്വീൻ വൺ ഓഫ് ടു adjacent sides is 90 degree. Right angle means 90 degrees. That's why right angled triangle means one of the angles of this triangle is definitely 90 degrees. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ആംഗിൾ ബിറ്റ്വീൻ വൺ ഓഫ് ടു അഡ്ജസൻറ്റ് സൈഡ്സ്, രണ്ട് അഡ്ജസൻറ്റ് സൈഡുകൾ ഒന്നിൽ എന്തായിരിക്കും? ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ബാക്കി രണ്ട് 45 വീതം ഉണ്ടാവും. 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി 45 ഡിഗ്രി ഉണ്ടാവും അല്ലേ? മൊത്തം 180 ആയതുകൊണ്ട്. അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും ഒരു കോണ്. റൈറ്റ് ആംഗിൾ മീൻസ് 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് ഈ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്? 90 ഡിഗ്രിയാണ് ഈ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മീൻസ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് one of the angles of this triangle is definitely 90 degrees. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അഥവാ ഹാഫ് ഇൻറ്റു ബി എച്ച്. നോക്കാം, ഇതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ബേസ് ഹൈറ്റ് 90 ഡിഗ്രി. ഹൈപ്പോട്ടന്യൂസ് ഇസിക്കൽ ടു, ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. ഇപ്പോൾ നമുക്കറിയാം ബേസ് ഹൈറ്റ് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം, പാദം ലംബം കർണം, പാദം ബേസ്, ലംബം എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർണം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇതാണ് നമ്മുടെ പൈതഗോറിയൻ തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. Where hypotenuse means the diagonal or largest length of the side of right angle triangle. ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശത്തിനെയാണ് നമ്മൾ കർണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇനി നമ്മൾക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് its area if the base and height of a triangle are 10 cm and 3.5 cm respectively. Calculate its area കാൽക്കുലേറ്റ് ചെയ്യുക. ഇഫ് ദി ബേസ് ആൻഡ് ഹൈറ്റ്, ബേസും ഹൈറ്റും ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ബേസും ഹൈറ്റും 10 സെൻറ്റിമീറ്ററും അതുപോലെ 3.5 സെൻറ്റിമീറ്ററും യഥാക്രമം ആണെങ്കിൽ, അപ്പോൾ ബേസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3.5 സെൻറ്റിമീറ്റർ യഥാക്രമം. അപ്പോൾ നമുക്ക് എങ്ങനെ ഹൈറ്റ് എന്ത് കാണാം? ഏരിയ കാണാം. ബേസ് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഹൈറ്റ് 3.5, ഏരിയ എത്ര? ഏരിയ ഇസിക്കൽ ടു ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി എത്ര? 10, എച്ച് 3.5. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 3.5, 17.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അടുത്തത്, calculate the base of a triangle having an area of 15 centimeter square and height is 3.5 centimeter. Calculate the base of a triangle. ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ദ ബേസ് ഓഫ് എ ട്രയാങ്കിൾ ഹാവിങ് ആൻ ഏരിയ ഓഫ് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ ഹൈറ്റ് 3.5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക.
അപ്പോൾ ഏരിയ എന്നുണ്ട് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഹൈറ്റ് 3.5 സെൻറ്റിമീറ്റർ, ബേസ് എത്ര? ബേസ് എന്തായിരിക്കും നമ്മുടെ ഏരിയ? ഹാഫ് ബി എച്ച് ആണ് ഏരിയ. ഏരിയ തന്നിട്ടുണ്ട് 15. അപ്പോൾ ഹാഫ് ബി ഇൻറ്റു 3.5, എച്ച് 3.5 ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു 3.5 ഈസിക്കൽ 15. നമുക്ക് ബി കണ്ടുപിടിക്കാം. അതിൽ നിന്ന് 15 ഇൻറ്റു 2 ഓൾ ഡിവൈഡ് ബൈ 3.5 8.57 എന്ന് കിട്ടുന്നു. അടുത്തത്, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് എ ട്രയാങ്കിൾ വൂസ് ഏരിയ ഈസ് 60 സെൻറ്റിമീറ്റർ ആൻഡ് ബേസ് ഇസ് 10 സെൻറ്റിമീറ്റർ. ഒരു കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വൂസ് ഏരിയ പറയുന്നത് 60 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതിന് ബേസ് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഹൈറ്റ് കണ്ടുപിടിക്കുക. ഏരിയ 60 സെൻറ്റിമീറ്റർ സ്ക്വയർ, ബേസ് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ, 8 എത്ര? ഹാഫ് ബി എച്ച് ഈസ്ക്കൽ ടു എ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് 60 എന്ന് പറയും. 60 എന്ന് കിട്ടും. നമുക്ക് ഹാഫ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 10 10, അതുപോലെ എച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഹാഫ് 10 ഇൻറ്റു എച്ച് ഈസ്ക്കൽ 60. നമുക്കിതിൽ നിന്നും എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഈസ്ക്കൽ ടു 60 ഇൻറ്റു 2/10, ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ whose base is 6 centimeter long and each of the other two sides 75 centimeter long. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് എ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡുകൾ തുല്യമായിരിക്കും. 5 സെൻറ്റിമീറ്റർ വീതമാണ് രണ്ട് സൈഡുകളുള്ളത്. അതുപോലെ ബേസ് 6 സെൻറ്റിമീറ്റർ ആണുള്ളത്. ബേസ് 6 സെൻറ്റിമീറ്റർ ആണുള്ളത്. അതുപോലെ അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ബേസ് 6 സെൻറ്റിമീറ്റർ, സൈഡ്സ് 5 സെൻറ്റിമീറ്റർ വീതവും. അപ്പോൾ ബേസിൻ്റെ പകുതി ബി 3 സെൻറ്റിമീറ്റർ, ബേസ് ബി 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി ഈക്വൽ സൈഡ്സ് സ്ലാൻഡ് ഹൈറ്റ്, ഈക്വൽ സൈഡ്സ് അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എസ് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഏരിയ എ ഈസിക്കൽ ടു ബി ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അഥവാ 3 ഇൻറ്റു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, റൂട്ട് ഈസിക്കൽ ടു 3 ഇൻറ്റു 25/9, 16, 3 ഇൻറ്റു റൂട്ട് ഓഫ് 16, 3 ഇൻറ്റു 4, 12 ഈസിക്കൽ ടു 12 സെൻറ്റിമീറ്റർ, 3 ഇൻറ്റു ഈസിക്കൽ ടു എത്രയാണ്? 3 ഇൻറ്റു 4 ഈസിക്കൽ ടു 3 ഇൻറ്റു റൂട്ട് 16. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 3 ഇൻറ്റു 4 12 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ആൻസർ കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഹൈറ്റ് ഇഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഹാസ് ബേസ് ഓഫ് 200 mm ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 2000 mm സ്ക്വയർ. ബേസ് 200, ഏരിയ 2000, എച്ച് എത്ര? ഹാഫ് ബി എച്ച് ആണ് ഏരിയ. ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? 200, എച്ച് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. 2000 എന്ന് കിട്ടിയിട്ടുണ്ട് ഏരിയ. അപ്പോൾ എച്ച് ഈസിക്കൽ ടു 2000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 200, 20 എന്ന് കിട്ടുന്നു. അടുത്ത്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ whose സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റർ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ √3/4 എ സ്ക്വയർ ആണ്. അതായത് √3 എന്ന് പറയുമ്പോൾ 1.732 ഡിവൈഡ് ബൈ 4. എ എന്ന് പറയുന്നത് എത്രയാണ്? എ ഒരു സൈഡ് എത്രയാണ്? 5. അപ്പോൾ 5 എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 10.825 സെൻറ്റിമീറ്റർ സ്ക്വയർ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ. Calculate its perimeter if one side of an equilateral triangle is 15 millimeter long. എന്ത് കണ്ടുപിടിക്കുക? പെരിമീറ്റർ കണ്ടുപിടിക്കുക. ചുറ്റളവ്. ഒരു സൈഡിൻ്റെ നീളം, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ നീളം 55 മീറ്റർ നീളമാണെങ്കിൽ, അപ്പോൾ നമുക്ക് പെരിമീറ്റർ 3 ഇൻറ്റു എ എന്ന് കണക്കാക്കാം. 3 ഇൻറ്റു 15 125 മില്ലിമീറ്റർ.